നമസ്കാരം, വെട്ടർ ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ഇടതുപക്ഷ സമരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ. മുത്തൂരിൽ അർബൻ ഹെൽത്ത് സെന്റർ കൊണ്ടുവരാൻ തീരുമാനിച്ചത് നിലവിലെ UDF ഭരണസമിതിയാണെന്ന് UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. അതായത് കഴിഞ്ഞ 2022 3 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ തുടങ്ങാൻ ഈ ഭരണസമിതി തീരുമാനമെടുത്തതും അതിനനുസരിച്ച് 3 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾക്ക് അനുമതി കൊടുത്തു. ഒന്ന് മുത്തൂർ മേഖലയിലും ഇല്ലത്തപ്പാടത്തും അതേപോലെ നടുവിലങ്ങാടിയിലും ഇത് തുടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ കാരണവശാൽ മുത്തൂരിലുള്ള സ്ഥലം നമുക്ക് അതിന് പറ്റിയ ഒരു സ്ഥലം കണ്ടെത്താൻ കുറച്ച് കാലതാമസം നേരിട്ടു എന്നുള്ളത് ശരിയാണ്. ആ കാലതാമസം നേരിട്ട കെട്ടിടം പിന്നീട് നമ്മൾ ഒട്ടനവധി സ്റ്റിയറിംഗ് കമ്മിറ്റികളും കൗൺസിൽ തീരുമാനങ്ങളും ഒക്കെ എടുത്ത് വീണ്ടും അപേക്ഷ ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് കിട്ടുകയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം, ഏറ്റവും മുത്തൂര് ഭാഗത്തെ മുഴുവൻ ആളുകൾക്കും എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സ്ഥലം നഗരസഭയ്ക്ക് കിട്ടുകയും ചെയ്തു. ആ ഒരു സ്ഥലത്തിന് ആ വാർഡ് കൗൺസിലറുടെ അപേക്ഷ പരിഗണിച്ച് നമ്മളത് ആ വാർഡത്തെ മുഴുവൻ ആളുകളെയും പിന്നെ പൊതുവായിട്ടുള്ള നമ്മളെ പാർട്ടിക്കാരും അങ്ങനെയുള്ള എല്ലാവരും ഈ ഒരു ആവശ്യം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിന്റെ സെൻട്രലിലുള്ള ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ സാധനം അനുവദിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അത് അനുവദിച്ചു കൊടുത്തത് ഈ ഭരണസമിതിയാണ്. പക്ഷെ ഇത് നമ്മുടെ നേട്ടമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കുറെ ആൾക്കാർ ഇപ്പോ ഇലക്ഷൻ ആയപ്പോ പുറത്തിറങ്ങിയിട്ടുണ്ട്. കൊറോണ കാലത്തെ രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഗവൺമെന്റിന് പോലും പ്രശംസ അർഹിക്കുന്ന വിധത്തില് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകള്, പിന്നെ CFLTC, പിന്നെ ഇതര കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതൊക്കെ സംസ്ഥാനത്തിന് തന്നെ മാതൃകയാവുന്ന വിധത്തില് മറ്റുള്ള സ്ഥലങ്ങളിൽ അഴിമതി ആരോപണങ്ങളൊക്കെ വന്നപ്പോ ഇവിടെ പർച്ചേസുകൾ പോലും എത്രമാത്രം സുതാര്യമായിരുന്നു എന്ന് കൗൺസിൽ അംഗങ്ങൾ വളരെ അഭിമാനത്തോടെ സംസാരിച്ച ഒരു കൗൺസിലാണ്. അത് കഴിഞ്ഞു കൊറോണ വാക്സിൻ വിതരണ രംഗത്ത് ഓരോ കൗൺസിലർമാരെയും നിയോഗിക്കുകയും ചെയർപേഴ്സണും ഹെൽത്ത് ചെയർപേഴ്സണും മോണിറ്റർ ചെയ്യുകയും ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് അതും ഒരു വലിയ സംഭവമാക്കി മാറ്റാൻ കഴിഞ്ഞു. അത് നമ്മൾ ഒക്ടോബർ മാസത്തിൽ ടെൻഡർ ക്ഷണിച്ചിട്ട് നമുക്ക് കിട്ടിയത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഫെബ്രുവരി മാസത്തിൽ. എന്ന് വെച്ചാൽ അത്രയും കാലതാമസം അതിന് പിടിക്കാൻ കാരണം ഈ ഒരു സ്ഥലം ലഭ്യമായി കഴിഞ്ഞാൽ അതിന്റെ ഫെയർ വാല്യൂ എടുത്തിട്ട് റെന്റ് എഗ്രിമെന്റ് വെക്കണം. അതിനുശേഷം അവിടെ ആവശ്യമായിട്ടുള്ള ഫർണിച്ചറുകൾ ലഭ്യമാക്കണം. അതിന് ടെൻഡറും കൊട്ടേഷനും സ്വീകരിക്കേണ്ടതുണ്ട്. അതിലുള്ള മെഡിസിൻ KMCL വഴി ലഭ്യമാക്കണം. അനുയോജ്യമായിട്ടുള്ള സ്റ്റാഫുകളെ നമുക്ക് അവിടെ വിന്യസിപ്പിക്കണം. ഇത് കൂടാതെ ഒരു കെട്ടിടമാണ് നമുക്ക് കിട്ടുന്നത്. അതൊരു മിനി ഹോസ്പിറ്റൽ സജ്ജീകരണത്തിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം. അതിന് എക്സ്ട്രാ ഫണ്ട് വെച്ചിട്ട് നഗരസഭ ചെയ്യണം. നമുക്കറിയാം, മുനിസിപ്പാലിറ്റിയുടെ ഏതൊരു കാര്യത്തിനും അതിൻ്റെതായ പ്രൊസീജിയർ ഉണ്ട്. ആ ഫയലുകൾ ഫോളോ അപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് എന്തായാലും 5-6 മാസത്തോളം വരും. അത് വളരെ വ്യക്തമായിട്ട് തന്നെ നഗരസഭയുടെ കൗൺസിൽ നടത്തിയ പ്രൊസീജിയർ എന്ന് മനസ്സിലാവും. ഈ മുത്തൂരിലെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ നേരത്തെ ചെയർപേഴ്സൺ പറഞ്ഞ പോലെ തന്നെ അനുവദിക്കുമ്പോൾ അതിനെ കെട്ടിടം കണ്ടെത്തുന്ന സമയത്ത് ഒരു സ്ട്രക്ചർ വർക്കിൽ നിൽക്കുന്ന ഒരു കെട്ടിടമാണ്. സ്വാഭാവികമായിട്ടും ആ പ്രദേശത്തെ കൗൺസിലർ ചെയ്യേണ്ടത് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ വാർഡിലാണ് ഈ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ വരുന്നത്, പ്രതിപക്ഷത്തിന്റെ വാർഡിലാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ പറഞ്ഞ പോലെ അതാത് കൗൺസിലർമാർ എന്റെ വാർഡിൽ ഒരു പ്രൊജക്ട് വരണമെങ്കിൽ അതിന്റെ പിന്നാലെ നടന്ന് അതിന്റെ പേപ്പർ വർക്കുകൾ ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തം. എന്നാൽ ഈ നഗരസഭ ബിൽഡിംഗ് കണ്ടെത്തിയിട്ട് 6 മാസം കഴിഞ്ഞ ശേഷമാണ് അതിന് നമ്പർ കിട്ടുന്നത്. വളരെ വേഗത്തിൽ തന്നെ അത് പൂർത്തിയാക്കണമെന്നുള്ള ഇത് ലാഗ് ചെയ്യപ്പെട്ടത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ വന്ന വീഴ്ചയാണ്. അത് മറച്ചു വെക്കാനാണ് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.